അപ്പോൾ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഖത്തറിൽ ദോഹയിലാണുള്ളത്. എനിക്ക് ഒരുപാട് മെസ്സേജസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഞങ്ങളിവിടെ സേഫാണ്. നിലവിൽ എല്ലാം നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഇന്നലെ ശരിക്കും നമുക്ക് ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു, ഖത്തറിൽ അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഖത്തറിൽ ഒന്നും സംഭവിക്കില്ല, ഖത്തറിനെ തൊടാൻ ആർക്കും പറ്റില്ല എന്നൊരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെയൊക്കെ സീരിയസ് ആണെന്ന് ഇങ്ങനെ ന്യൂസ് വരാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ നാട്ടിലേക്ക് പോരാനുള്ള ശ്രമം നടത്തിയായിരുന്നു. ടിക്കറ്റ് ചാർജ് ഭയങ്കര കൂടുതലായിരുന്നു. എങ്കിൽ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് എയർലൈൻസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പാനിക്കായി. നമുക്ക് മനസ്സിലായി നമ്മളിവിടെ സ്റ്റക്കായി, സംതിങ് എന്തൊക്കെയോ സംഭവിക്കാൻ പോണു എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് ആ സമയത്ത് ഉണ്ടായി. പിന്നെ അത്യാവശ്യം നമ്മളുടെ വേണ്ട ഡോക്യുമെൻസും ഡ്രസ്സ്, അങ്ങനെ എമർജൻസി ആയിട്ട് വേണ്ട മെഡിസിൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ന്യൂസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസം തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഈ എയർലൈൻസ് ക്ലോസ് ചെയ്ത് വിത്തിൻ 1 hour പുറത്ത് ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഇങ്ങനെ വെടിയൊച്ച പോലെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കുട്ടികളും ഒക്കെ എല്ലായിടത്തും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ആകെ പേടിച്ചു. വിൻഡോ തുറന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഇങ്ങനെ മേളിൽ കൂടെ മിസൈൽ പോകുന്നതാണ് കാണുന്നത്. ആദ്യം അത് മിസൈലാണെന്ന് പോലും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അവിടെ യുദ്ധം നടക്കണു, ഇവിടെ യുദ്ധം നടക്കണു എന്നൊക്കെ പറയുമ്പോൾ പോലും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് എത്രത്തോളം അതിൻ്റെ തീവ്രത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും അയ്യോ, നമുക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു എന്നൊരവസ്ഥയായിരുന്നു. അതൊരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു ആ ഒരു ഒച്ചപ്പാടും ബഹളവും ഇതൊക്കെ. അപ്പോൾ ആ ഒരു നിമിഷം ഒന്നേലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, വീട്ടിലൊരിക്കലും ഇതറിയരുത്. കാരണം വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ അറിയാമല്ലോ. പിന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ്റെ ഇടയ്ക്ക് അവരെ കൂടെ ഒന്ന് നമുക്ക് ഓക്കെ ആക്കി എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ നമ്മളില്ല, നമ്മളോ പാനിക്കായിട്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങി. പക്ഷേ ഖത്തറിലെ അവസ്ഥ ആ സമയത്ത് സ്റ്റിൽ നോർമലായിരുന്നു. കാരണം ആൾക്കാരൊക്കെ പുറത്തുണ്ടായിരുന്നു, ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറത്തുണ്ടായിരുന്നു. അല്ലാതെ ആളുകളൊക്കെ ഈ മിസൈൽ ആക്രമണം നടക്കുന്ന സമയത്ത് അത് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. നമുക്കതൊന്നും പുറത്തുവിടാൻ പറ്റില്ല, കാരണം അതിവിടെ ഇല്ലീഗലാണ്. അപ്പോൾ ഖത്തറിൽ ഇന്നലെയും ഇന്നും ഒക്കെ നോർമലാണ്. ആ കുറച്ച് സമയം മാത്രമാണ് ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടായിരുന്നത്. എല്ലാവരും പാനിക്കായത് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ. സ്റ്റിൽ ഞങ്ങളെല്ലാവരും സേഫാണ്. ഇവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സേഫായിട്ടിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയവർക്കും അന്വേഷിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. താങ്ക് യു.